നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF 4 മാസത്തിനകം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചേക്കുമെന്ന പ്രതീക്ഷ സജീവമായതോടെ തകർന്നുകിടന്ന റിയൽ എസ്റ്റേറ്റ് രംഗത്തിന് ജീവൻ വയ്ക്കുകയാണ്. കേരളത്തിൽ ഇനി ആർക്കും ഭൂമിയും വീടും വാങ്ങാൻ താല്പര്യമുണ്ടാകില്ല എന്ന പ്രചരണം ഏതാനും വർഷമായി സജീവമാണ്. പൊന്നും വിലയുള്ള ഭൂമി പോലും എടുക്കാച്ചറക്കായി മാറിയ കേരളത്തിൽ 10 വർഷം മുൻപുണ്ടായിരുന്ന ഭൂമി വിലയുടെ 1/3 പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് ഭൂമി ആധാരം ചെയ്യുന്നതിലുണ്ടായ വൻ ഇടിവ് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭൂമി വിൽപ്പന രജിസ്ട്രേഷനിൽ 42% വീഴ്ചയാണ് ഉണ്ടായതായി കണക്കുകൾ കാണിക്കുന്നത്. എക്കാലവും ഇടതുഭരണം ഉണ്ടാകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗം തളരുന്നത് കേരളത്തിൽ സ്വാഭാവിക കാഴ്ചയാണെങ്കിലും തുടർഭരണമുണ്ടായ സാഹചര്യത്തിലാണ് ഭീമമായ വീഴ്ച ഉണ്ടായതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കൃത്യമായി വിലയിരുത്തുന്നത് ജനങ്ങൾ തന്നെയാണ്. കൂട്ടിന് റിയൽ എസ്റ്റേറ്റ് രംഗവുമുണ്ട്. ഒരിക്കൽ കൂടി തുടർഭരണം സംഭവിച്ചാൽ അത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തിന്റെ കൂടി അന്ത്യമായിരിക്കും. ഇതിന്റെ സൂചന പ്രത്യക്ഷമായി തന്നെ ഉണ്ടാവുന്നുണ്ട്. ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ വന്നപ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗം ഉണർവിന്റെ സൂചനകൾ കാട്ടിയതിലൂടെ എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. ഇതിന്റെ വ്യക്തമായ സൂചന നൽകുന്നത് UK മലയാളികൾ തന്നെയാണ്. ഇതുവരെ ഭൂമിയും വീടും വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്ന UK മലയാളികൾ പുതുവർഷ പിറ്റേന്ന് ബ്രിട്ടീഷ് മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ബിജു ജോസഫ് എന്നയാൾ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിൽ ഭൂമിയോ വീടോ വിൽക്കാനുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പോസ്റ്റ് ചെയ്തതിന് അഭൂതപൂർവമായ പ്രതികരണമാണ് ഉണ്ടായത്. UK മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ എന്നറിയാവുന്നതിലാണ് ഈ 3 ജില്ലകൾ മാത്രം തേടി പോസ്റ്റ് ചെയ്തതെങ്കിലും കേരളത്തിൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള UK മലയാളികളാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എത്തുന്ന പരസ്യത്തോട് വളരെ പോസിറ്റീവായി അനേകം ആളുകൾ പ്രതികരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ പോസ്റ്റ് ശ്രദ്ധയോടെ വായിക്കുന്നതും. മാറുന്ന ട്രെൻഡിന് ഒരു ശുഭ തുടക്കം എന്ന് വിശ്വസിക്കാവുന്ന പ്രതികരണമാണ് ആ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഭൂമി വിൽപ്പനയ്ക്കോ വാങ്ങുന്നതിനുള്ള പരസ്യങ്ങളോട് പ്രതികരിക്കാതിരുന്ന മലയാളികൾ പൊടുന്നനെ കാട്ടിയ താല്പര്യം ഒരു സൂചകമായി എടുത്താൽ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തിന് ജീവൻ നൽകാൻ കാരണമായതെന്ന് കൃത്യമായി വിലയിരുത്താനാകും. 2 പതിറ്റാണ്ട് മുൻപ് UK കുടിയേറിയ മലയാളികളിൽ പലരുടെയും മാതാപിതാക്കൾ മരിച്ച സാഹചര്യത്തിൽ താമസിക്കാൻ അടച്ചുപൂട്ടിയിരിക്കുന്ന വാർത്ത BBC വളരെ പ്രാധാന്യം നേടിയ ഒരു റിപ്പോർട്ടായിരുന്നു. ഇക്കാര്യം 2023 മാർച്ച് 29 മറുനാടൻ മലയാളിയും റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ചും അമേരിക്കൻ, യൂറോപ്പ് മലയാളികൾ ഏറെയുള്ള തിരുവല്ല, റാന്നി, ഉഴവൂർ, അരീക്കര തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വീടുകൾ വാങ്ങാൻ ആളില്ലെന്ന പ്രചരണം ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള തീക്കാറ്റായി മാറിയിരുന്നു. അടച്ചിട്ട വീടുകൾ പരിപാലിക്കാനുള്ള ചിലവും വിശ്വസിച്ച് വാടകയ്ക്ക് പോലും നൽകാനാകില്ല എന്നതുമൊക്കെ ഇനിയൊരു തിരിച്ചുപോക്ക് കേരളത്തിലേക്ക് ഇല്ലെന്ന് ഉറപ്പിച്ച വിദേശ മലയാളികളാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമിനായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. മാത്രമല്ല 3-4 വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ പോകുമ്പോൾ 2-3 ആഴ്ചത്തേക്ക് ഏതെങ്കിലും നിലവാരമുള്ള ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് താമസിച്ചാൽ പോലും അതാണ് ലാഭകരമെന്ന ചിന്തയും വിദേശ മലയാളികളിൽ രൂപപ്പെട്ടതും അടുത്ത കാലത്താണ്. നാട്ടിലുള്ള വസ്തുക്കൾ മാതാപിതാക്കളുടെ മരണശേഷം സഹോദരന്മാരെ നോക്കാൻ ഏൽപ്പിച്ചാൽ ഒടുവിൽ അത് അവർക്ക് ദാനം നൽകിയതുപോലുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ഒടുവിലുള്ള സ്നേഹബന്ധങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുമെന്നതും ഒട്ടേറെ പേരുടെ ജീവിതാനുഭവമാണ്. ഈ സാഹചര്യത്തിൽ മാർക്കറ്റ് വിലയുടെ പാതിയിൽ താഴെ വിലയ്ക്ക് പോലും ഭൂമി വിറ്റുകളഞ്ഞവരും ഏറെയുണ്ട്. നാട്ടിൽ നിന്നും വലിയ തോതിൽ പണം വിദേശത്തേക്ക് എത്തിക്കുമ്പോൾ ഇന്ത്യയിലും വിദേശത്തും നികുതി നൽകണമെന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാരും വിദേശ സർക്കാരും നടപ്പാക്കിയതും കേരളത്തിലെ ഭൂമി വിൽപ്പന രംഗത്ത് നിന്നും വിദേശ മലയാളികളെ തുടച്ചു നീക്കിയ മറ്റൊരു സാഹചര്യമാണ്. നിലവിൽ ഈ തടസ്സം നിലനിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം ഭൂമി വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാം, പിന്നീടാകാം പണം എങ്ങനെ UK മറ്റ് വിദേശ രാജ്യങ്ങളും എത്തിക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നാണ് വിദേശ മലയാളികളുടെ പുതിയ നീക്കം.